നമസ്കാരം സുഹൃത്തുക്കളെ. ടു നേഷൻ തിയറി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പറഞ്ഞു കേൾക്കുകയാണ്. യൂറോപ്യൻ ദേശങ്ങളായിട്ടുള്ള ഫ്രാൻസ്, UK, പിന്നെ ഓസ്ട്രേലിയ, പിന്നെ കാനഡ ഇവരൊക്കെ പലസ്തീൻ അംഗീകരിച്ചിരിക്കുകയാണ്. ടു നേഷൻ തിയറി അംഗീകരിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ മുകളിൽ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രഷർ. എന്തുകൊണ്ടാണ് നെതന്യാഹു പറയുന്നത് ആകാശം മറഞ്ഞാൽ പോലും ഈ ഒരു പലസ്തീൻ ദേശം ഉണ്ടാകില്ല എന്ന് നെതന്യാഹു പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പോസിബിൾ സൊല്യൂഷൻസ് വിശദീകരിക്കാൻ പോകുന്നു. 1947 വ്യക്തമായി കേൾക്കുക, 1947 UN അംഗീകരിച്ചതാണ് രണ്ട് ദേശം, ടു നേഷൻ തിയറി. നിങ്ങൾക്കറിയാമോ ഇന്ന് എത്ര 2025? 1947 UN റെസൊല്യൂഷൻ അംഗീകരിച്ച് പിന്മാറിയ ആളുകളാണ് ഇസ്രായേല്. കാരണം ഈ പലസ്തീൻ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷായിരുന്നു. അങ്ങനെ കൂടി വന്ന ജൂതരുടെയും അവിടെയുള്ള ഇന്റേണൽ ഡൊമസ്റ്റിക് പ്രശ്നങ്ങൾ കാരണം UN ഒരു കാര്യം തീരുമാനിച്ചു, പാലസ്തീന് രണ്ടായി ഡിവൈഡ് ചെയ്യുക. ടു സ്റ്റേഷൻ തിയറി, ടു നേഷൻ എന്ന് പറയുന്നത് പാലസ്തീനെ ഡിവൈഡ് ചെയ്യുക. UN 47 രണ്ടായി മുറിച്ചു പലസ്തീനെ. 55% ആർക്ക് കിട്ടി? ഇസ്രായേലിന് കിട്ടി. 45% ആർക്ക് കിട്ടി? പാലസ്തീൻ ജനതയ്ക്ക് കിട്ടി, അറബിന് കിട്ടി. അതായത് 55 പറയുമ്പോൾ ഒരുപാട് പേര് പറയും, അയ്യോ 55 കിട്ടിയോ? മരുഭൂമിയായിട്ടുള്ള നെഗേവാണ് കിട്ടിയത്, വെറും മരുഭൂമി. വെസ്റ്റ് ബാങ്ക്, ഗാസ, ജെറുസലേം ഇതെല്ലാം ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഏൽപ്പിച്ചു. അതിനെ അംഗീകരിച്ച് പിന്മാറിയതാണ് ജൂതൻ. ഇതാണ് ടു നേഷൻ തിയറി. പാലസ്തീനെ മുറിക്കുക, 55 ഗോസ് ടു ആർക്ക്? ഇസ്രായേലിന് 45 പാലസ്തീന്. പ്രശ്നം അവസാനിപ്പിച്ചു. നിന്റെ രാജ്യം നീ എന്തെങ്കിലും മണ്ണാങ്കട്ട ചെയ്യ്. ഗാസയും വെസ്റ്റ് ബാങ്കും ജെറുസലേം എല്ലാം ഒരു ഇന്റർനാഷണൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടറിലാക്കുക, പരിപാടി തീർന്നു. അതിനെ അന്ന് അംഗീകരിച്ചില്ല. ആരെ? അറബ് അംഗീകരിച്ചില്ല. 47 അംഗീകരിക്കാത്തവരാണ് ഇന്ന് അംഗീകരിക്കാൻ വന്നിരിക്കുന്നത്. എന്ത്? 80 വർഷങ്ങൾക്കപ്പുറം UN റെസൊല്യൂഷൻ അംഗീകരിച്ച് പിന്മാറിയ ജൂതനെ പിന്തുടർന്ന് കൊല ചെയ്ത് ഈ വർഷങ്ങൾക്കപ്പുറം ഇവർ പറയാ, ഇപ്പോൾ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്, ഞങ്ങളിന്ന് അംഗീകരിക്കാൻ പോകുന്നു. ഇസ്രായേൽ അംഗീകരിക്കുവോ? അതായത് ഈ ടു നേഷൻ എന്നുള്ള ലോലിപോപ്പ് നുണഞ്ഞുകൊണ്ട് കുറെ പേര് UN അസംബ്ലി വന്നു. ആരൊക്കെ? ഫ്രാൻസ്, UK. കാരണം അവർക്ക് അവരുടെ തെരുവുകളുടെ മുകളിൽ കൺട്രോൾ ഇല്ല. അന്ന് നുണഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ടു നേഷൻ ഞങ്ങൾ അംഗീകരിച്ചു. ഇസ്രായേൽ ചോദിക്കുന്നു, ടു നേഷൻ നിങ്ങൾ അംഗീകരിച്ചു, നിങ്ങൾ നുണഞ്ഞുകൊണ്ട് പോകും. നാളെ ഞങ്ങളുടെ സുരക്ഷ എന്ത്? പാലസ്തീൻ ദേശത്തെ 48 അംഗീകരിച്ചതാണ് ജൂതൻ, മനസ്സിലാക്കണം. അതിനുശേഷം എന്തുണ്ടായി? 48 അറബ് ദേശങ്ങളിൽ മുന്നോട്ട് വെച്ച ഈ ഒരു പ്രമേയത്തെ അംഗീകരിച്ചില്ല. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അറബ് ദേശങ്ങൾ 48 62 പുറപ്പെട്ടു. 62 ജൂതൻ എന്ത് ചെയ്തു? വെസ്റ്റ് ബാങ്കും ഗാസയും പിന്നെ ജെറുസലേം എല്ലാം അങ്ങ് പിടിച്ചെടുത്തു, ഓടിച്ചു. ജോർദാനെ ഓടിച്ചു, ഈജിപ്തിനൊക്കെ ഓടിച്ചു വിട്ടു. പരിപാടി അവസാനിപ്പിച്ചു. അതിനുശേഷം ലക്ഷക്കണക്കിനുണ്ടായിരുന്ന ഗാസയിലെ ലക്ഷക്കണക്കിന് ജൂതന്മാരെ അടിച്ചോടിക്കുകയായിരുന്നു നെതന്യാഹുവും ടീമും. എന്തിനു വേണ്ടി? വിട്ടുകൊടുക്കാൻ വേണ്ടി. ഗാസ എന്ന് പറയുന്നത് ജൂതന്റെ പുണ്യഭൂമിയായിരുന്നു. 2007 വരെ അവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ്, $2 ബില്യൺ, 2 ബില്യൺ, നുണയല്ല, $2 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ഗാസയില് ഇസ്രായേലിന് 2007 വരെ. അടിച്ചോടിക്കുകയായിരുന്നു ഇസ്രായേലികളെ IDF വരെ. വിട്ടുകൊടുക്ക്, നിക്കലോ അടിച്ചോടിച്ച് വിട്ടുകൊടുത്തതാണ് അവരുന്ന. അത് കഴിഞ്ഞ് 2023 ആലോചിക്കുക, 48 റെസൊല്യൂഷൻ വന്നപ്പോൾ ആ കിട്ടിയ മരുഭൂമിയും കൊണ്ട് അങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് കരുതി ജൂതന്മാര് പിന്മാറി. അതിനുശേഷം 48 യുദ്ധം, 63 യുദ്ധം, 72 യുദ്ധം, 2007 അങ്ങനെ ഗാസ വിട്ടുകൊടുത്തു, 2023 കൂട്ടക്കൊല. ഇനി വിട്ടുകൊടുക്കില്ല. ഇനി നെതന്യാഹു അടങ്ങില്ല. കാരണം നെതന്യാഹുവിന്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ഓക്കെ, ഞങ്ങൾ അവിടെ ഗാസ വിട്ടുകൊടുക്കാം, വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കാം, ജെറുസലേം വിട്ടുകൊടുക്കാം. ആ പഴയൊരു തിയറി 55-45, 55 ഇസ്രായേലിന്, 45-45 പാലസ്തീന്. പക്ഷെ ഞങ്ങളുടെ സുരക്ഷ ആര് കൊടുക്കും? ആരും കൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് അവനവന്റെ കാര്യത്തിൽ അവനവൻ തന്നെ ഇടപെട്ടേ പറ്റൂ. മുട കണ്ടാൽ ഇടപെടും. ഇനി ഒരു കാരണവശാലും ടു നേഷൻ തിയറിയോട് ജൂതൻ അംഗീകരിക്കില്ല. അവസരം കൊടുത്തിരുന്നു,
പക്ഷെ ഇനി അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇനി അവർക്ക് മുന്നോട്ട് പോവുക അസാധ്യമാണ്. ഒരു 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 2023 ഒക്ടോബർ 7 അവർക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അവർ അടിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് സത്യം. അതായത് 47-ലെ തിയറി ഇന്ന് അംഗീകരിക്കുകയാണ് ലോകം മുഴുവൻ. മുഹമ്മദ് അബ്ബാസ് എന്താ പറഞ്ഞിരിക്കുന്നത്? അബ്ബാസിന് അവിടേക്ക് അമേരിക്കയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു ട്രംപ്. അവനും വിസ പോലും കൊടുത്തില്ല. വിർച്വലായി ജോയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, ഹമാസിനെ ഞങ്ങൾ നിന്ദിക്കുന്നു, അവരെ പുറത്താക്കണമെന്ന്. ഞാനൊരു സൊല്യൂഷൻ പറയട്ടെ എൻ്റെ ഒരു അനാലിസിസിൽ. അതായത് വെസ്റ്റ് ബാങ്കും ഗാസയും അതോടൊപ്പം തന്നെ ജെറുസലേമും പറ്റുമെങ്കിൽ വെസ്റ്റ് ബാങ്കും ഗാസയും പറ്റുമെങ്കിൽ മുഹമ്മദ് അബ്ബാസിന്റെ പാലസ്തീൻ അതോറിറ്റിക്ക് വിട്ടുകൊടുക്കുക. ഹമാസിനെ അവിടുന്ന് നിന്ദിച്ച് അടിച്ചോടിക്കാതെ പാലസ്തീൻ ജനതയ്ക്ക് അവിടുന്ന് ഒരു സുരക്ഷ അല്ലെങ്കിൽ ഒരു സമാധാനം പ്രതീക്ഷിക്കേണ്ട. അവിടുന്ന് ഈ അടുത്ത കാലത്തൊന്നും ജൂതം വിട്ടുകൊടുക്കാമെന്നില്ല. ഒരു 5-10 വർഷം പാലസ്തീൻ അതോറിറ്റി വെസ്റ്റ് ബാങ്കും ഗാസയും ഭരിച്ച് അവിടെ റീകൺസ്ട്രക്ഷൻ നടത്തി അറബികളെല്ലാം പണം മുടക്കട്ടെ. ഇഷ്ടംപോലെ എണ്ണ കാശുണ്ടല്ലോ. അവരെല്ലാം ബില്യൺസ് മുടക്കി വീടുണ്ടാക്കി. ഒരു 10-15 വർഷം നല്ലപോലെ പോയാൽ മാത്രമേ 2 നേഷൻ തിയറിക്ക് ആരംഗീകരിക്കുള്ളൂ? ഇസ്രായേൽ. അല്ലാതെ UN കൂട്ടം കൂടി കൈയടിച്ചുകൊണ്ടൊന്നും ജൂതൻ അംഗീകരിക്കാമൊന്നുമില്ല പാലസ്തീൻ രാഷ്ട്രം. എന്തുകൊണ്ടാണെന്നറിയോ? ഈ പറഞ്ഞ കാര്യം കൊണ്ട്. ഒരുപാട് പേര് പറയും എന്തുകൊണ്ട് പാലസ്തീൻ ദേശം. ഇതുകൊണ്ടാണ്. 48, 63, പിന്നെ 2007, 2023. ഇനിയും ഒരു 2023 എന്ത് ഗ്യാരണ്ടി ഉണ്ട് വരില്ല എന്ന്? ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഉത്തരം എന്താ? എന്ത് ഗ്യാരണ്ടി ഉള്ളവരില്ലാന്ന്? 48-ൽ കിട്ടിയപ്പോൾ പിന്മാറാമായിരുന്നില്ല നിങ്ങൾക്ക്? കിട്ടിയതും കൊണ്ട് പോകാറുന്നില്ലേ? ജൂതം പോയല്ലോ. ജൂതന് കിട്ടിയത് വെറും മരുഭൂമി മാത്രമാണ്. അവിടുന്നാണ് അവർ പൊരുതി നേടി ഇന്ന് പുണ്യഭൂമിയാക്കി മാറ്റിയത്. അറിയണം നമ്മൾ ചരിത്രം എന്താന്ന്. ചരിത്രം അറിഞ്ഞേ പറ്റൂ. വെറുതെ ഇവിടെ കിടന്ന് മാധ്യമങ്ങൾ പറയുന്ന പോലെ ടു നേഷൻ തിയറി അംഗീകരിച്ചു, അതിന്റെ പേരിൽ മീംസും റോൾ ട്രീൽസും ഉണ്ടാക്കും ആളുകൾ. ഇസ്രായേൽ തോറ്റേ. എടാ, 48-ൽ ഇതാണ് 48-ലെ റെസൊല്യൂഷനാണ് ഇന്ന് അംഗീകരിക്കുന്നവരെല്ലാവരും. ജൂതരത് പണ്ടേ അംഗീകരിച്ചതാ. അത് ഇന്ന് ജൂതൻ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് 5-10 വർഷം ഗാസയോ അല്ലെങ്കിൽ ഈ പറയുന്ന വെസ്റ്റ് ബാങ്കോ ആരെങ്കിലും, അതാണ് ട്രംപ് പറയുന്നത്, അവിടെ ആരെങ്കിലും ഏറ്റെടുക്കാം. അവിടെ ഏറ്റെടുത്ത് അവിടെ സെറ്റിൽമെന്റ് ചെയ്യാം. അവിടെ ഇവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അതൊരു ഏരിയ, കൺട്രോൾഡ് ഏരിയ ആക്കി മാറ്റി അവിടെ സമാധാനം വരാതെ ഒരു കാരണവശാലും പാലസ്തീൻ എന്നുള്ള രാഷ്ട്രം ഉണ്ടാകാൻ ജൂതൻ സമ്മതിക്കില്ല. കാരണം ജൂതൻ സമ്മതിച്ചപ്പോൾ ഉടക്കാൻ വന്നവരാണ് അറബ് ദേശങ്ങൾ. എത്ര ദേശങ്ങൾ? 58-56 പേരെ കണ്ടല്ല അന്ന് 6 ഡേ വാറോ 7 ഡേ വാറിന് വന്നേ. ഈ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. പിന്നെ ഈ ലണ്ടൻ അംഗീകരിച്ചാലും ഓസ്ട്രേലിയ അംഗീകരിച്ചാലും യാതൊരു വിഷയമില്ല. ആസ് ലോങ് ആസ് അമേരിക്ക അംഗീകരിക്കാത്തടത്തോളം കാലം പാലസ്തീൻ രാഷ്ട്രത്തിനും ഒരു തരത്തിലുള്ള പിറവിയും ഉണ്ടാവില്ല. കാരണം ഇസ്രായേലും അമേരിക്കയും വിചാരിക്കാതെ ഒന്നും നടക്കാമെന്നില്ല. കാരണം യൂറോപ്യൻ ദേശങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്ക് സ്വന്തം അവരുടെ തെരുവുകൾ പോലും അവർ കൺട്രോൾ ഇല്ല. അവരുടെ തെരുവുകളെ കഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആര് ഗവനിക്കാൻ പോകുന്നു? ട്രംപ് പറ ഹു കെയർ. രാഹുൽ മാങ്കുണ്ടായല്ലോ, ഹു കെയർ. അതാ ചോദിക്കുന്നത്. ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞില്ല സുഹൃത്തുക്കളെ. സത്യാവസ്ഥ ഇതാണ്. 48-ലെ റെസൊല്യൂഷനാണ് 2 സ്റ്റേഷൻ നേരി. അത് അംഗീകരിക്കാതെ പിന്മാറി പോരുന്ന അറബ് ദേശങ്ങൾ ഇപ്പോൾ വന്നു വരുമ്പോൾ ജൂതം പറയും നടക്കില്ല.